എടാ നീ ബ്രാഞ്ച് പൂട്ടിച്ച? പൂട്ടൊന്നുമില്ല, അവരിൽ ബാക്കപ്പ് ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർ സെറ്റാവട്ടെ, എന്നിട്ട് അടുത്ത പണി. വാ. അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നു. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, ഹുഡി, അതാണ് ഇമാർ ശരിയുടെ. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരമുണ്ടോ? അത് ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ, ഇതൊക്കെ ഇമാരുടെ ബാഗിൽ സ്ഥിരമുണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇപ്പം ഇമാരെ കണ്ടാ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. നീ ചിത്തിരയിലത്തെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ? ഒരെണ്ണമ്മയ്ക്കും കൊടുത്തു. എന്തായാലും ഈ ഹാക്കറെ ഒരു എൻക്രിപ്റ്റഡ് മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ട് റോയൽ പെരിയാറിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ റെസ്റ്റ് എടുക്കും. ഞാനും ജിൽസേ, എന്താ ബാക്കപ്പ് എടുക്കാൻ? ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. മറന്നു? അല്ലെങ്കിൽ നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനുള്ള ധൃതി. ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സാറേ. അല്ലടാ, ഹാക്കറിനോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ വരാൻ പറയാം. നിനക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ക്ലാസ് വെച്ചപ്പോൾ നീ കമന്റ് അടിച്ചിരിക്കണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, അതൊരു തമാശ പറഞ്ഞാണ്. എനിക്കൊരു തമാശ മനസ്സിൽ തോന്നിയത് അപ്പോൾ പറയണം. ആസ്ഥാനത്തിന് വെളിപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ നിലയിൽ എഴുതി വെച്ചിരും. എന്താ ചിരിക്കല്ലോ അപ്പോൾ അവൻ്റെ ഒരു കോമഡി. സാറേ, കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രശ്നമാണെങ്കിൽ അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിലവിൽ ബ്രാഞ്ചുകളിലെ IT കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ ലോക്കലി ആണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ IT-യിൽ റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആളെ വിടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസ് ഒന്ന് കാണിച്ചടാ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മളിവിടെ നോക്കിയിട്ട് ഇവിടെ നിന്ന് ആളെ വിടും. അപ്പോൾ ഇനി ലോക്കലി സർവീസിങ് വേണ്ട. ഓക്കെ, കൊട്ടേഷനിൽ ഒരു പ്രൊഡക്റ്റ് ബില്ലിൽ രണ്ടെണ്ണം. ഞാൻ പ്രവീൺ സാറോട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് ഒരു ഫയർവാൾ ഫെയിലിയർ ആയുള്ള റിസ്കിന് വേണ്ടി വേറൊരെണ്ണം വെച്ചു എന്നാണ്. ആയിക്കോട്ടെ, അയാൾക്കത് ഇതിനകത്ത് കാണിച്ചൂടെ? അവസാനം ഓഡിറ്റിന്റെ സമയത്ത് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ ജിൽസിനോട് വേറൊരു കൊട്ടേഷൻ തരാൻ പറയാം. പറ. ആ ജിൽസ് എന്ന് പറയുന്നതിന് വെളിവെന്ന് പറയുന്ന സാധനമില്ല. ഞാൻ റൂഡായതല്ല, ജസ്റ്റ് കാര്യം പറഞ്ഞുള്ളൂ. താൻ നെർവസ് ആവണ്ട. ഏയ് നെർവസ് ആയതല്ല, എനിക്ക് ഓഫീസിൽ ആ കൂടെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്യു ആണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഹാക്കിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. മാത്യു, എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ്? ഇല്ല, ഒന്നുമില്ല.
നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നിന്നെ കാശുകളാണ്. സോഫ്റ്റ്വെയറിൻ്റെ കമ്പനി ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. ശരി. ജോർജേ ഇതാ തീർത്തേ. അനീഷേട്ടാ, ആ റോയൽ പെരിയാടം വീണ്ടും തുറന്നല്ല. തുറന്നു മാത്രമല്ല, അവിടെ തന്നെ വർക്കും പോയി. നീ ലോക്കലായിട്ട് സർവീസ് ചെയ്യണ്ടെന്നാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഓ, കുഴപ്പമില്ലടാ, പിച്ചകളാണ്. നിസ്സാര റേറ്റാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടി ചോദിച്ചാൽ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. ഓട്ടയത് അനീഷേട്ടാ, അമ്മാരെ സെക്യൂരിറ്റി ഒക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്രാഞ്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ പുലിവാലായല്ലോ. അവസാനം ഞാൻ കുഴപ്പത്തിലാവൂ. നിങ്ങൾ പേടൊന്നുമില്ല, ഇതെന്താണിത്? അടി ഇനി അവിടെ കയറാൻ പറ്റില്ല. ഇനി അവിടെ കയറിയാൽ തന്നെ സിസ്റ്റം അവന്മാർ തൊടിയിക്കില്ല. ചേട്ടാ, അതെ, നമുക്ക് അവന്മാരുടെ വൈഫൈ ഹാക്ക് ചെയ്താലോ? എടാ അവിടുത്തെ വൈഫൈ ഡിസേബിൾഡ് ആണ്. സ്റ്റാഫ് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ. അത് മോഡാണ്. അവിടെ വെച്ചോ. അതെനിക്കറിയാം. നമ്മളെ അന്ന് ബ്രാഞ്ചിൽ പോയപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ടേബിളിൻ്റെ താഴെ ഒരു നെറ്റ്വർക്ക് കേബിൾ വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നീട് എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ വെക്കാൻ ഒരു ഓപ്ഷൻ വെച്ചേക്കണാണ്. അത് ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്തൂടെ? എടാ ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷെ ആരെയും കണക്ട് ചെയ്യും. ഞാനൊന്ന് ട്രൈ ചെയ്താലോ? ഞാനേ പോയിട്ട് വരാം. ചേച്ചി, ഈ ബൈക്ക് ലോണിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട്. വെഹിക്കിൾ ലോണല്ലേ? ആ, വെഹിക്കിൾ ലോൺ നമുക്ക് ടെന്നർ അനുസരിച്ചാണ് പലിശ. 3 വർഷം മുതൽ 5 വർഷം വരെ. ഡീറ്റെയിൽസ് ഒന്ന് എഴുതി തരാമോ? ഒരു മിനിറ്റ് ഏട്ടാ, പ്രിന്റ് ഔട്ട് എടുത്തു തരാം. ആ, ഞാൻ നോക്കിയിട്ട് വന്നോളാം. ആ. എന്തായി കിട്ടിയ? ഏതാന്ന് വെച്ചെടുത്തോ. ഏതാന്ന് വെച്ചാല് എടത് നെറ്റ്വർക്ക് സ്വിച്ച്. ഇതാണ് മോഡം. ആന്റിന ഉണ്ടാ? എടാ, രണ്ടും ഒരേപോലെ ഇരുന്നാറിനോട് ഞാൻ ഊരിയത്. എടത് ഊരണ്ടല്ലോ, അവിടുത്തെ നെറ്റ് മൊത്തം പോവും. അവരെങ്ങനെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചാ മൊത്തം പണിയാണ്. നീ കൊണ്ടേ കുത്തിയേ. എനിക്ക് ഊരാൻ മാത്രമേ അറിയുള്ളൂ, കുത്താറിനൂടാ. അടിപൊളി. ഞാൻ കൊണ്ടുപോയി കുത്തിക്കോളാം. ചില്ലറ പൈസ. നിങ്ങൾ ഈ റോയൽ പെരിയാടെന്നുള്ള പേര് വെച്ച ആൾക്കാരെ പറ്റിക്കിറങ്ങിയേക്കണോ? നീയേ എന്റെ പൊന്നു മോളെ, നീ ആ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചേ അശ്വതി മേഡത്തിന്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്ത് തരാൻ പറ. ചേച്ചി അങ്ങനെ ചെയ്താൽ പ്രശ്നമാവും. അതൊരു കാര്യം ചെയ്ത് നമുക്ക് 16 ഇട്ട് കൊടുക്കാം. നെറ്റും ഇല്ല, എന്ത് നശിച്ച ദിവസം. നെറ്റും ഇല്ലേ? അനീഷേ, ആ ഞാനേ ബൈക്ക് ലോണിന്റെ കേസ് അറിയാൻ വന്നതാ. ഞാൻ നാളെ വന്നോളാം. അർജന്റ് പ്രശ്നമാണ് അനീഷ. നെറ്റും ഇല്ല, കസ്റ്റമറാണ് റൂഡ്. നീ ഒന്ന് നോക്കിയേ. അല്ല, നിങ്ങൾ നമുക്കൊന്നും സർവീസ് തരില്ലല്ലോ. അതല്ല ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഹെഡ് ഓഫീസിൽ നിന്ന് ആൾ വരുമ്പോഴത്തേക്കും സമയം എടുക്കും. നീ ഒന്ന് നോക്കടാ. നെറ്റിന്റെ സെറ്റിംഗ്സ് ഒന്ന് നോക്കിയേ. ഇല്ല, കിട്ടുന്നില്ല. കിട്ടണില്ല? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ സിസ്റ്റം. കുറെ നേരം പോയിട്ട്. കുറച്ച് സമയം. ആ ചേച്ചിയെ, ആ കണക്ഷൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. കിട്ടണ്ട? ഒരു മിനിറ്റ് ഏട്ടാ, നോക്കട്ടെ. ചെക്ക് ചെയ്ത് നോക്കിയേ. കിട്ടണ്ട? കിട്ടണ്ട? കിട്ടുന്നുണ്ട്. ചേച്ചി, സർവീസ് ചാർജ് 200 രൂപ.
അനീഷേട്ടാ ഞാൻ പാസ്വേഡ് അറ്റാക്ക് ചെയ്ത് നോക്കി, പക്ഷെ അത് നടപടിയാണല്ല. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പുറത്തിൽ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. ഇത് അത്യാവശ്യം നല്ല പണിയുണ്ട്. അവന്മാര് VPN ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നേ. ഞാൻ റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചോളട്ടാ, ഞാൻ എന്തായെന്ന് അറിയാണ്ടി വിളിച്ചതാ. ചേട്ടാ, അവരുടെ ഒരു ഇന്റേണൽ സോഫ്റ്റ്വെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരുടെ IT സപ്പോർട്ടിന്റെ ആണെന്നാ തോന്നണേ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ കേട്ടാ, നോക്കിയിട്ട് വിളിക്കാം. മാഡം, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, പേടിക്കേണ്ട, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സാറേ, ഇല്ല, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ, എത്രയും പെട്ടെന്ന് ശരിയാക്കാം. സർ, ചിൽസ് ബാക്കപ്പ് എടുത്തുകൊണ്ട് 2 മണിക്കൂറിനുള്ള ബ്രാഞ്ചസ്. 2 മണിക്കൂർ നിന്റെ വായിന്നൊന്നും കേൾപ്പിക്കരുത്. നിനക്ക് അറിയില്ല എൻ്റെ പഴയ സ്വഭാവം. ഇവിടെ ഒരു ഹാക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടല്ലേ ഈ കാശ് മുഴുവൻ മുടക്കിയിട്ട് താരീ പറഞ്ഞ സാധനം കൂടെ ഞാൻ വാങ്ങി വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ വന്ന് പറയുകയാണ് വീണ്ടും ഹാക്കിംഗ് ആയി, ഉള്ള ഡീറ്റെയിൽ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. സാർ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു നമ്മൾ പബ്ലിക്കിൽ നിന്ന് മാറ്റി VPN ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്നാ താൻ കാര്യം ചെയ്യും, ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടിടും. എന്നിട്ട് നാളെ മുതൽ കസ്റ്റമേഴ്സിന് പേപ്പറിൽ എഴുതി റെസിപ്റ്റ് കൊടുക്കാം. അയ്യോ സാർ, നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് NBFC നടത്താൻ പറ്റില്ല. RBI റൂളാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഹാക്ക് ചെയ്തവനെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന് തന്റെ കസേരയിലോട്ട് ഇരുത്ത്. എന്നിട്ട് താൻ വല്ല കപ്പിലട്ടി കച്ചവടത്തിന് പോകും. അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് അറിയാമല്ലോ. സാർ, ഞാനൊരു ഡൗട്ട് പറഞ്ഞാൽ ടെൻഷനാവരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെക്യൂരിറ്റി വീക്കായതുകൊണ്ട് ഏതോ പിള്ളേർ കയറി കളിക്കുന്നതെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന്. ഹാക്കിംഗ് തടയൽ അവിടെ നിൽക്കട്ടെ, ഇതാരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അറിയണം അതാരാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഹായ്, ചെയർമാൻ്റെ ക്യാബിൻ. ആ കാണുന്നത്. എക്സ്ക്യൂസ് മീ. വാ വാ, ഇത് സിമി. ഹലോ സർ. സിമി ഇരിക്കും. സിമി ഒരു എത്തിക്കൽ ഹാക്കറാണ്. എവിടെയാ സിമിൻ്റെ നാട്? എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, പെരുമ്പള്ളിശ്ശേരി. ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഹാക്കറെ പിടിക്കാൻ സിമിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാണ് അവൻ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം സാർ. ട്രൈ ചെയ്താൽ പോരാ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ സെർവർ ഒന്ന് കാണാൻ പറ്റുമോ? ഈ സെർവർ റൂം കൂടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഹാക്കിംഗ് കഴിഞ്ഞപ്പോൾ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതെന്തോ? ഇത് എൻ്റർ തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇത് അടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? താങ്ക് യു. കാണിച്ച്. വിനോദ, ഒന്ന് മോനെ നോക്കണം.
Gotta ask some, gotta say some. I'm coming at you, gotta get some, gotta eat some. നീ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിലെ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കെട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലാടാ അവർക്ക് കാതർന്നുള്ള പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കണത് ഒരു കമ്പനിയോട് കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇതെന്തോ ഇത് എൻ്റർത്തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇത് അടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? ആ താങ്ക് യു. കാണിച്ച് വിനോദ ഒന്ന് മോനെ നോക്കണം. Say some, I'm coming at you, gotta get some, gotta eat some. നീ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിലെ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കെട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലാടാ അവർക്ക് കാതർന്നുള്ള പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കണത് ഒരു കമ്പനിയോട് കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇരിക്കെ എന്തായി? അവൻ എഴുത്തുകാരനാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? സാറേ, ഞാൻ അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്തായാലും അവൻ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. മിക്കവാറും സൗത്ത് ഇന്ത്യൻ. കാരണം അവൻ ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. കാതലനോ? ചിരിച്ചിരിക്കടാ. എന്തായാലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് ഉറപ്പായി. ഇല്ല പ്രവീൺ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ അറിയാൻ കൂടി ഇല്ല. അവരെപ്പോഴേ നമ്മുടെ ഡേറ്റ എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 തവണ ഹാക്ക് ചെയ്തപ്പോഴും നമ്മുടെ ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവന് നമ്മുടെ ഡേറ്റ വേണ്ട, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടെന്തിനാണ് ഹാക്ക് ചെയ്യുന്നത്? ആദ്യം ചിലപ്പോൾ അവൻ തമാശയ്ക്ക് ഹാക്ക് ചെയ്തതായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ അവന് ചിലപ്പോൾ വാശി കൂടി കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്ത ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് അവനെങ്ങനെ ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. അത് ആക്സസ് ചെയ്യാതെ എന്തായാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ, അവൻ നമ്മളറിയാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാ. ജിൽസേ, നമ്മുടെ CCTV റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അയാൾ ഓഫീസിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ CCTV ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ അവൻ എങ്ങനെ കയറി, എന്ന് കയറി എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ ഹെഡ് ഓഫീസ് മാത്രമല്ലല്ലോ ഉള്ളത്. അവൻ ഏതെങ്കിലും ബ്രാഞ്ചിൽ കയറിയാലും മതി. അത് മാത്രമല്ല, അവൻ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമർ ആയിട്ടോ ഇനി ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ ആയിട്ടോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റാഫിനെ അവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോയെന്ന്. നമ്മുടെ ഈ ബ്രാഞ്ചുകളിലെ
സിസ്റ്റംസ് ഒക്കെ ആരാ സർവീസ് ചെയ്യുന്നത്? അല്ല, ആദ്യം അവർ അടുത്തുള്ള ആരെയും വിളിച്ച് സർവീസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടുന്ന് ആള് വിടും. അതല്ലാതെ വേറൊരാളെ കമ്പ്യൂട്ടർ തൊടാൻ സാധ്യതയില്ല. ഓക്കെ. എന്തായാലും നമ്മുടെ CCTV ചെക്കിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. സൺഡേ 1 മണിക്കൂർ ജിൽസ് വന്ന് ചെക്ക് ചെയ്യട്ടെ. സാറേ സൺഡേ എന്താ നിനക്ക് പറ്റില്ലേ? മതി, എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കണ്ട. ഈ കാതലെന്ന് പറഞ്ഞവനെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. ബാക്കി ഞാൻ ചെയ്തോളാം. എന്താണ് അത് സിമിയെ കൊണ്ട് പറ്റുമോ? നമുക്ക് പിടിക്കാം സാറേ, എന്തായാലും നമ്മൾ അവനെ പിടിച്ചിരിക്കും. നേരം മാറണം മോഹം വാട്ടണം പതിയ പതിയ മലയാളിയാണെന്ന് ഉറപ്പാണോ? സാറേ, അത് ഞാൻ സ്പെല്ലിങ് വെച്ചിട്ട് ഊഹിച്ചതാ. സാധാരണ തമിഴിൽ KADHALA എന്നാണ് എഴുതാറുള്ളത്. ആ തമിഴ് സിനിമയുടെ സ്പെല്ലിങ്ങും അങ്ങനെ തന്നെയാണ്. നമ്മൾ മലയാളികളാണ് KATHALA എന്ന് യൂസ് ചെയ്യാറുള്ളത്. ഏജ് 20-25. അത് അവൻ്റെ ഹാക്കേഴ്സ് ഫോറങ്ങളിലെ ആക്ടിവിറ്റി ഞാനൊരു AI സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടൊന്ന് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായതാ. പക്ഷെ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ സാറേ. സാറേ, അത് കൊടുക്കണ്ട, എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് ഒരാൾക്ക് ഈ മാസം ശമ്പളം ഉണ്ടാവില്ല. അതത്രേ ഉള്ളൂ. അപ്പച്ചൻ എന്തുട്ടാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ഓളിരുന്നത്? ഓഫീസിലെ കാര്യം ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ പോരെ? ഓഫീസിലെ കാര്യം 1 ലക്ഷം രൂപയുടെ ഫേക്ക് കൊണ്ടാ ഏതൊന്നും ആറി കുന്നംകുളം ബ്രാഞ്ചിൽ കൊണ്ട് പണം വെച്ചിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ കിടന്ന് വെച്ചെടുത്തിട്ട് എന്താ കാര്യം? ഇല്ലടി, നിനക്കൊന്നും ഒരു കാര്യമില്ല. നീയൊക്കെ കൂടിയിട്ടേ 25 ലക്ഷം രൂപ IT സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞത്. ആ, ഇനി അത് പറഞ്ഞു തുടങ്ങിക്കോ. തെറി വിളിക്കാനാണെങ്കിൽ പ്രവീൺ കുമാറിനെ പോയി തെറി വിളിക്കും. അയാളെ IT സെക്യൂരിറ്റി കൂട്ടണമെന്ന് പറഞ്ഞത്. നിന്നെയൊക്കെ എഞ്ചിനീയറിംഗ് വിട്ടതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരുന്നെങ്കിലേ ഈ പ്രവീൺ കുമാർ എന്ന് എനിക്ക് ഓഫീസിൽ വെക്കേണ്ട കാര്യമില്ലായിരുന്നടി. 25 ലക്ഷം രൂപയെ. അപ്പച്ചനെ പ്രഷർ കുറഞ്ഞതല്ല, കൂടിന്നാ തോന്നണേ. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. സാറിന് മനസ്സിലായില്ലേ? സാറിൻ്റെ മാത്സ് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു, S3-ൽ. പിന്നെ എനിക്ക് നിന്നെ മനസ്സിലായി, പക്ഷേ പേര് ഓർമ്മ വരുന്നില്ല. ശില്പ. ആ, മോളിപ്പോൾ എന്താ ചെയ്യണേ? എൻ്റെ അപ്പച്ചനൊരു ഫിനാൻസ് കമ്പനി ഉണ്ട് സാർ. അപ്പം ഞാനവിടെ IT ഹെഡായിട്ട് വർക്ക് ചെയ്യാം. അപ്പച്ചൻ ഇവിടെ അഡ്മിറ്റാണ്, പ്രഷർ പറഞ്ഞിട്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആവും. നിന്റെ ക്ലാസ്സിൽ പഠിച്ച മറ്റുള്ള പിള്ളേർക്കൊക്കെ എവിടെയെങ്കിലും കയറിക്കൂടാൻ പറ്റിയോ ജോലിക്ക്? ആ സാർ, കുറേ പേർക്കൊക്കെ കിട്ടി. പിന്നെ ശ്രുതിക്ക് GR കിട്ടി. അങ്ങനെ അവള് US പോവാണ്. ശ്രുതി പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല. കണ്ടാ മനസ്സിലാവും. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളുടെ ആണെങ്കിൽ നല്ല ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ ബാച്ചിൽ ഒരു ജോയൽ കോശി എന്ന് പറഞ്ഞൊരു പയ്യന് ഓർമ്മയുണ്ട്. അവൻ ഒരാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തു. പിന്നെ അവൻ ക്ലാസ്സിൽ വന്നിട്ടെന്നില്ല. പിന്നൊരു വിഷ്ണു, അവന് വല്ല ജോലിയും കിട്ടിയോ? ഇല്ല. എങ്ങനെ കിട്ടാനാ? അന്ന് ക്ലൗഡേറ്റ് എന്ന കമ്പനി പ്ലേസ്മെൻറ്റിന് വന്നപ്പോൾ ഇവൻ നമ്മുടെ കോളേജിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് അവൻ്റെ ആപ്ലിക്കേഷൻ അവൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അത് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ പിള്ളേരല്ലേ, ഫ്യൂച്ചർ കളയേണ്ടെന്ന് വിചാരിച്ച് പരീക്ഷ എഴുതിച്ചു. എന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി? സർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. ശരി ശരി മോളെ.
അതെ